ആ അസ്സലാമു അലൈക്കും. നിങ്ങൾ നേരത്തെ എത്തിയല്ല. എന്തായാലും ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഡിഷൊക്കെ തയ്യാറാക്കാനുള്ള പരിപാടിയിലായിരുന്നു. പെരുന്നാളൊക്കെ അല്ല, അപ്പോൾ ഒരു വലിയ കുക്കിംഗ് ഒന്നും അറിയില്ല, എന്തെങ്കിലും അറിയുന്ന ചില ഒരു ചെറിയ പലഹാരം നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കാനൊക്കെ കരുതിയിട്ടിരുന്ന. അപ്പോൾ എന്തായാലും ആദ്യം ആ ഡിഷൊന്ന് പരീക്ഷിച്ച് നോക്കിയിട്ട് എൻ്റെ നാടിൻ്റെ വിശേഷങ്ങൾ, അതുപോലെ തന്നെ എൻ്റെ കുടുംബത്തിൻ്റെ വിശേഷങ്ങൾ, എൻ്റെ പെരുന്നാൾ വിശേഷങ്ങളൊക്കെ ദർശന ടിവിയുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് പങ്കിടാമെന്നാണ് ആഗ്രഹിച്ചിട്ടുള്ളത്. അപ്പോൾ സ്വാഗതം. അപ്പോൾ നമ്മളെ ചെറിയ ഒരു കിച്ചണാട്ടോ, വീടിൻ്റെ കിച്ചണിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഞാൻ ഇവർ വരുന്നതിന് മുന്നേ എല്ലാം ഒന്ന് റെഡിയാക്കി വെച്ച് ഇവർക്ക് ഇത് പാചകം ചെയ്തിട്ട് കൊടുക്കാനുള്ള പ്ലാൻ തന്നെയായിരുന്നു. പക്ഷേ ഇവർ കുറച്ച് നേരത്തെ എത്തിപ്പോയി. അപ്പോൾ എന്തായാലും ഇതും കൂടി നിങ്ങളെ കാണിച്ചിട്ട് നമ്മളെ വിശേഷങ്ങളിലേക്ക് കടക്കാൻ വെച്ചിട്ടായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ ജീവിക്കാനുള്ള നെട്ടോട്ടത്തിനിടയ്ക്ക് കുറച്ച് കാലം ഗുജറാത്തിലൊക്കെ പണിയെടുക്കുന്നുണ്ടായിട്ടുണ്ട്. ഗുജറാത്തിൽ ഒരു 8 മാസം ഒരു ഹോട്ടലിൽ പണിയെടുത്തിരുന്നു. അപ്പോൾ അവിടുത്തെ ഒരു സ്പെഷ്യൽ ഫുഡാണ് ഞാൻ പരിചയപ്പെടുന്നത്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ കഴിയുന്ന, വളരെ കുറച്ച് സാധനങ്ങൾ മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു ഫുഡ്. അപ്പോൾ എന്തായാലും ആദ്യം കുക്കിങ്ങിലേക്ക് നമ്മൾ കിടക്കാൻ പോവാണ്. അപ്പോൾ ഇതിൽ വേണ്ട സാധനങ്ങൾ ആദ്യം പരിചയപ്പെടുത്താമല്ലോ. ഇത് നമ്മളെ കൊള്ളിക്കിഴങ്ങ്. ഈ കൊള്ളിക്കിഴങ്ങിന് പകരം ഉരുളൻകിഴങ്ങ് ആയാലും കുഴപ്പമില്ല, ഇത് വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളത് മല്ലി പുതിന ഉണ്ട്, പിന്നെ കുറച്ച് ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി ഉണ്ട്, പിന്നെ കുറച്ച് ജീരകം, വെളിച്ചെണ്ണ, പിന്നെ ബ്രെഡ് ഉണ്ട്. പിന്നെ ഈ പേസ്റ്റിലുള്ളത് എന്ന് പറഞ്ഞാൽ ചെറിയ ഉള്ളി ഇട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ നമ്മളെ ഇഞ്ചി, പച്ചമുളക്, ഇങ്ങനെ 4 സാധനം. ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു ഇതാണ്, നല്ല ടേസ്റ്റുള്ള സാധനം, എല്ലാവർക്കും പരീക്ഷിക്കാമല്ലോ. ഞാൻ പറയാൻ വിട്ടുപോയ ഒരു കാര്യം ഉണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇത് ഞങ്ങളൊരു മറ്റൊരു വീടാണ്. ഇവിടെ ജ്യേഷ്ഠനും ഫാമിലിയാണ് താമസിക്കുന്നത്. അപ്പോൾ എൻ്റെ വീട്ടിൽ ചെറിയ പണി നടക്കുന്നതുകൊണ്ട് ഞങ്ങളും ഇപ്പോൾ ഇവിടെയാണ് കുറച്ച് ദിവസമായിട്ട്. അപ്പോൾ എന്നാൽ നമ്മളെ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് അതിനിടയ്ക്ക് നമ്മളെ വിശേഷങ്ങളൊക്കെ പറയും, വെറും കുക്കിംഗ് മാത്രമാക്കാതെ. ഇപ്പോൾ പെരുന്നാളിലൊക്കെ അല്ലേ, പെരുന്നാൾ വിശേഷങ്ങളാണ് നിങ്ങളൊക്കെ കേൾക്കാൻ ആഗ്രഹിക്കുന്നതെന്നൊക്കെ അറിയാം. പെരുന്നാളിൻ്റെ നല്ല ഓർമ്മകളാണ് എന്നും ജീവിതത്തിലുള്ളത്. ഇപ്പോൾ ഈ കോവിഡ് വന്നതിൻ്റെ ശേഷം ഒരു 2 വർഷത്തോളമായിട്ട് ഇപ്പോൾ പെരുന്നാൾ നാട്ടിൽ കൂടാൻ പറ്റിയെന്നുള്ള വലിയൊരു സന്തോഷം കൂടിയിട്ട് കേട്ടോ. കാരണം നമ്മൾ വെറും കോവിഡ് എന്ന മഹാമാരി വന്നപ്പോൾ എല്ലാവരും അതിനെക്കുറിച്ചിട്ട് വളരെ വേവലാതിയുണ്ട്. പക്ഷേ ഈ കോവിഡ് വന്നതിന് ശേഷം കുറേ പോസിറ്റീവ് ഉണ്ടായിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ കുടുംബത്തോടൊപ്പം കുറേ സമയം നമുക്ക് പങ്കിടാൻ പറ്റി, അതുപോലെ തന്നെ കുറേ സുഹൃത്തുക്കളുമായിട്ട് കൂടുതൽ അടുക്കാൻ പറ്റി, അങ്ങനെയൊക്കെ കുറേ ഗുണകരമായ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ എല്ലാവർക്കും അറിയാം, കലാകാരന്മാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വളരെ പ്രോഗ്രാംസും കാര്യങ്ങളൊന്നും ഇല്ലാതെ സാമ്പത്തികമായിട്ടൊക്കെ വളരെ ബുദ്ധിമുട്ടിലാണ് ഞങ്ങളെല്ലാവരും. പക്ഷേ അതിനപ്പുറം ഇങ്ങനെ ഒരു ഉപകാരം കൂടി കിട്ടി. മറ്റേ കലാരംഗത്തേക്ക് വന്ന അന്ന് മുതൽ നമ്മൾ ഗൾഫിലൊക്കെയാണ് ഈ പ്രോഗ്രാമായിട്ട്, ഇതിൻ്റെ പ്രോഗ്രാമൊക്കെ ആയിട്ട് കുട്ടികളോടൊക്കെ ഒത്ത് ചെറിയ പെരുന്നാളായിക്കോട്ടെ വലിയ പെരുന്നാളായിട്ടൊന്നും കൂടാനൊന്നും കഴിഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ കഴിഞ്ഞ വർഷം അതുപോലെ തന്നെ ഈ വർഷവും കൂടാൻ കഴിഞ്ഞു. അതിൻ്റെ വലിയൊരു സന്തോഷം കൂടിയുണ്ട്. പിന്നെ കുക്കിങ്ങിനെ എനിക്ക് വലിയ കുക്കിങ്ങൊന്നും അറിയില്ലെങ്കിലും കുക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. ചെറുപ്പം മുതൽ നമ്മൾക്ക് എന്താ പറയുക, എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി തിന്നണം, അന്നത്തെ അവസ്ഥകളൊക്കെ അങ്ങനെയായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു, അതിലേക്ക് കുറച്ച് ജീരകം ഇട്ടു. ഈ കൊള്ളിക്കിഴങ്ങിന് പകരം നമുക്ക് ഉരുളക്കിഴങ്ങ് ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി അടുത്ത ഇതിലേക്ക് നമ്മൾ ഇടാൻ പോകുന്ന ഈ നേരത്തെ തയ്യാറാക്കി വെച്ച പേസ്റ്റ്, പച്ചമുളകും ഇഞ്ചിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും ചെറിയ ഉള്ളി 4 എണ്ണം അതിനെടുത്തിട്ടുണ്ടാക്കി വെച്ചൊരു പേസ്റ്റാണിത്. ഇത് ഇതിലേക്ക് ഇടുക. വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കൂടിപ്പോയി, ഞാൻ കുറേ കാലമായി കിച്ചണിൽ കയറിയിട്ടേ. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇടാണ്.
അപ്പോൾ ഇതിൻ്റെ മസാലക്ക് ഇത്ര മതി, ഇത്ര സിമ്പിളാണ് ശരിക്കും. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് നമ്മൾ ഓൾറെഡി ഇത് വേവിക്കുമ്പോൾ കുളിക്കിഴങ്ങ് വേവിക്കുമ്പോൾ ഉപ്പിട്ടുണ്ടാവില്ല, അതുകൊണ്ട് അധികം ഉപ്പിടേണ്ട ആവശ്യമില്ല. ഇതിൽ വെളിച്ചെണ്ണ കൂടിപ്പോയതിൻ്റെ ചെറിയൊരു പ്രശ്നം സംഭവിച്ചിട്ടുണ്ട്. കുറച്ച് മല്ലിയില നമ്മളിതിലിടുന്നുണ്ട് കേട്ടോ. ഇവർ വന്ന സമയം മുതൽ ഇവിടെ ഒരു കോഴി ഇങ്ങനെ കൂവിക്കൊണ്ടിരിക്കുക. ഇവർ വരുന്നതിൻ്റെ മുന്നേ തന്നെ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വിരുന്നുകാർ ഇന്ന് ദർശനക്കാർ വരാമെന്ന് പറഞ്ഞില്ല, അവരെ കാത്തിട്ടാവുന്ന അല്ലേ. പക്ഷെ ഇവർ വന്നിട്ട് അത് നിർത്തിയിട്ടില്ല. ഇനി നമുക്ക് താൽക്കാലിക സ്റ്റവ് ഒന്ന് ഓഫ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഈ പുഴുങ്ങി വെച്ചിട്ടുള്ള ഈ കൊള്ളിക്കിഴങ്ങിലേക്ക് നമ്മളെ ഈ മസാലനെ ഇടുക. വെളിച്ചെണ്ണ കുറച്ചധികമായി പോകാനൊരു ബുദ്ധിമുട്ടുണ്ട്. എന്നിട്ടൊരു ഗ്ലാസ് എന്തെങ്കിലും എടുത്തിട്ട് നമുക്ക് ഇതിനൊന്ന് ഉടക്കാം. ഇതിലേക്ക് ഇട്ടിട്ട് നമ്മൾ ഇത് തമ്മിൽ മിക്സ് ചെയ്യാണ്, നമ്മളെ ഈ മസാലകളൊന്നും. ഇതിൽ ഗ്ലാസ് വെച്ചിട്ടാണ് ഇപ്പോൾ തൽക്കാലം ഞാനിത് ഉടക്കുന്നത്. കൊള്ളിക്കിഴങ്ങാകുമ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഉരുളക്കിഴങ്ങാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഇത് ഉടഞ്ഞു കിട്ടും. ഞാൻ സാധാരണ ഇത് ഉണ്ടാക്കാറ് ഉരുളക്കിഴങ്ങിൽ തന്നെയാണ്. ഉരുളക്കിഴങ്ങ് ഒരു പ്രത്യേക ടേസ്റ്റ്. അപ്പോൾ പക്ഷേ ഇപ്പോൾ ഇന്നത്തെ ഒരു പരീക്ഷണം ഞാൻ കൊള്ളിക്കിഴങ്ങിലേക്ക് മാറ്റിയതാണ്. ഞാൻ എന്നും ഉരുളക്കിഴങ്ങ് വെച്ച് വേണ്ട, എന്നൊരു വെറൈറ്റി ആയിക്കോട്ടെ. പിന്നെ ഇവരൊക്കെ മസാല ബോണ്ടകളും ഇതൊക്കെ കുറേ കഴിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇത് കഴിച്ചിട്ടുണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടാണ് കൊള്ളിക്കിഴങ്ങ് എടുക്കാൻ കാരണം. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയാം, ഒരു 4-5 കോഴിമുട്ട എടുത്തു. പിന്നെ ഇത് 2 തരത്തിൽ കേട്ടോ. ഒന്ന് നമ്മളെ കടലമാവില്ലേ, കടലമാവ് ബേസൻ എന്നൊക്കെ പറയുന്ന ആ കടലമാവിൽ മുക്കിയെടുക്കുക. പക്ഷേ കടലമാവിൽ പൊരിച്ചെടുക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് വെളിച്ചെണ്ണ ചിലവാകും. ഇതാകുമ്പോൾ ഒരു ഫ്രൈ പാനിലിട്ടാൽ അത്യാവശ്യം നമുക്ക് ഇതാവും. കുറേ കാലമായിട്ട് അങ്ങനെ കുക്ക് ചെയ്തിട്ട് അതിൻ്റെ ഒരു സ്പീഡ് കുറവൊക്കെ ഉണ്ടാവും നമുക്ക്. ഇത് പെട്ടെന്ന് എടുത്തിട്ട് നമുക്ക് എന്തായാലും നമ്മളെ വിശ്വാസങ്ങളിലൊക്കെ നടക്കാം. ചിരിക്കാനുള്ള വക എന്താണെന്ന് വെച്ചാൽ ഈ ദർശന ചാനലിൽ വന്നുള്ളൂ കോഴിക്കോട് നിന്നാണ്. മലബാറിൽ തന്നെ, കേരളത്തിൽ തന്നെ എന്നറിയാം, മലബാറിൽ നിന്ന് മാത്രമേ പറയില്ല, കേരളത്തിൽ തന്നെ ഏറ്റവും മികച്ച പലഹാരങ്ങളും രുചിയുള്ള പലഹാരങ്ങളൊക്കെ ഉള്ള നാട്ടിൽ നിന്ന് വന്നിട്ടാണ് അവർക്ക് ഞാനിത് കൊടുക്കുന്നത് കേട്ടോ. അത്രത്തോളം ഒന്നും വരില്ലെങ്കിലും നമുക്ക് കഴിച്ചാൽ നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റിയ ഒരു ടേസ്റ്റ് ആയിരിക്കും ഇതിൻ്റെ. അപ്പോൾ ഞാൻ സ്റ്റവ് ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിക്കുകയാണ്. ഇനി നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ആ കോഴി ഭയങ്കര വെറുപ്പിക്കലായിരിക്കണം. നമ്മൾ ചെയ്യുന്ന ബ്രെഡ് എടുക്കുക, ഈ ബ്രെഡിലേക്ക് ഈ മസാല ഇങ്ങനെ വെക്കുക. ഈ മസാല വെച്ചിട്ട് ഇതൊന്ന് ഇതായതിൻ്റെ ശേഷം നമ്മളെന്താ ചെയ്യുകയെന്ന് വെച്ചാൽ, ഈ ബ്രെഡ് ഇതിൽ മുക്കിയിട്ട് ഈ മുട്ടയിൽ മുക്കിയെടുക്കുക. എന്നിട്ട് ഇതിലിട്ട് പൊരിച്ചെടുത്താൽ ഭയങ്കര ടേസ്റ്റുള്ള ഒരു സാധനം. ഞാനത് മുഴുവനായിട്ട് ഞാൻ ഇവരെ അറിയില്ല ഏൽപ്പിക്കുള്ളൂ കേട്ടോ. അപ്പോഴത്തേന് ഞാൻ റെഡി ആയിട്ട് ഡ്രസ്സൊക്കെ പറയാം, അവിടെ നമ്മളെ അന്നമ്മോളും എല്ലാവരും റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ വിശേഷങ്ങളും പറയാൻ അന്നമ്മോളാണ് വെച്ചെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഭയങ്കര ഇഷ്ടമാണ് അന്നമ്മോൾക്ക്. ചാനലിൽ മുമ്പിൽ ഇരിക്കുക, ഇൻ്റർവ്യൂ കൊടുക്കുക എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് മോൾക്ക്. അവരൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും. പിന്നെ വേറെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ ഫാമിലി എല്ലാവരും കൂടിയിട്ട് ആദ്യമായിട്ട് ഒരു ചാനലിൽ മുമ്പിൽ വിശേഷങ്ങൾ പങ്കുവെക്കുന്നത് ഈ ഒരു പ്രോഗ്രാമിലൂടെയാണ്. ഒരു പണിവാളിയെ പോലെ തോന്നാറുണ്ട്. നമുക്ക് നല്ലത് ഉരുളക്കിഴങ്ങ് തന്നെ കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇത് റിസ്ക്കാണ്. നമ്മളെ കൊള്ളിക്കിഴങ്ങ് അതിപ്പോഴേ എനിക്ക് മനസ്സിലായി. നേരെ മറിച്ച് ഈ കടലമാവിലൊക്കെ പൊരിച്ചെടുക്കുകയാണെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവും. ഉരുളക്കിഴങ്ങിൽ റിസ്ക്കാണ്. അപ്പോൾ ഞാൻ
ഡ്രസ്സ് മാറി വരുമ്പോഴത്തേന് ഇവരെ കൊണ്ട് ഉരുളൻകിഴങ്ങിൽ ഞാൻ ഈ മസാല ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് വെച്ച് പൊരിച്ചെടുക്കാൻ പറയാം. എന്തായാലും അതുവരെ വെയിറ്റ്. ദർശന ടി വിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും കുടുംബവിശേഷങ്ങളിലേക്കും പെരുന്നാൾ വിശേഷങ്ങളിലേക്കും സ്വാഗതം. അതോടൊപ്പം എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ ഈദ് മുബാറക്ക്. പിന്നെ ഞാൻ ഒന്ന് പറയട്ടെ, നമ്മൾ നേരത്തെ പണി പാളിപ്പോയി എന്നറിയില്ല ചെറിയൊരു പലഹാരം ഉണ്ടാക്കിയ സമയത്ത്. അപ്പോൾ അതിൽ സാധാരണ ഉരുളൻകിഴങ്ങ് വെച്ചിട്ടാണ് ചെയ്യാറ്. അപ്പോൾ ഇന്നൊരു പരീക്ഷണം നടത്തിയത്. പക്ഷേ ഉരുളൻകിഴങ്ങ് ആകുമ്പോൾ സിമ്പിളായിട്ട് അത് എടുക്കാനൊക്കെ പറ്റിയിരുന്നു. പക്ഷേ ടേസ്റ്റ് കൂടുതൽ കൊള്ളിക്കിഴങ്ങിനാണ് കേട്ടോ. അപ്പോൾ രണ്ടും മാറി മാറി പരീക്ഷിച്ചോളി, കുഴപ്പമൊന്നുമില്ല. പക്ഷേ റിസ്ക് ഉണ്ട് കൊള്ളിക്കിഴങ്ങാകുമ്പോൾ. അതൊന്നും കൂടി കൂടുതൽ വെന്തിരുന്നെങ്കിൽ ഒരു പക്ഷേ അത് റെഡിയാവും ചെയ്യുമായിരുന്നു. അപ്പോൾ അതും കൂടി ഈ അവസരത്തിൽ പറയുകയാണ്. അപ്പോൾ ഇനി എൻ്റെ കുടുംബവിശേഷങ്ങളിലേക്ക് ഞാൻ എൻ്റെ ഫാമിലിയെ കൂടി ജോയിൻ ചെയ്യിക്കുകയാണ്. എനിക്ക് 3 മക്കളാണുള്ളത്. എൻ്റെ ഫാമിലി അങ്ങനെ കൂടുതൽ ഇൻ്റർവ്യൂസുകളിലൊന്നും അങ്ങനെ ഇരിക്കാറൊന്നുമില്ല. ഞാനും ഹന്നമോളാണ് കൂടുതൽ ആളുകൾക്ക് മുമ്പിലൊക്കെ എപ്പോഴും ഉണ്ടാവാറുള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ കുടുംബത്തെ ഈ ദർശന ടി വിയിലൂടെ ഞങ്ങളുടെ വിശേഷങ്ങളിലൂടെ നിങ്ങളിലേക്ക് എത്തുകയാണ്. എൻ്റെ കുടുംബത്തെ ഞാൻ ജോയിൻ ചെയ്യിക്കുന്നു. ഇതാണിപ്പോൾ എൻ്റെ ഫാമിലി. ഇതെൻ്റെ ഭാര്യ സുമീറ, ഇത് മകൻ മൂത്ത ആളാണ് സിനാൻ, ഇപ്പോൾ +2 പഠിക്കുന്നു. ഇത് സനമോള്, ഇപ്പോൾ 10th പഠിക്കുന്നു. ഇനി ഒരാൾ കൂടി ഉണ്ട്, ഞങ്ങളൊക്കെ മാലാഖ എന്ന് വിളിക്കുന്ന ഞങ്ങളെ പ്രിയപ്പെട്ട ഹന്നമോളെ കൂടി ഒന്ന് ഇരുത്തിയിട്ട് നമുക്ക് തുടങ്ങാം. ഹന്നമോളെ വായോ. ഇതാണ് ഞങ്ങളെ വീടിൻ്റെ, ഞങ്ങളെ കുടുംബത്തിൻ്റെ, ഞങ്ങളെ നാടിൻ്റെ ഒക്കെ മാലാഖ എന്ന് ഞങ്ങളൊക്കെ വിളിക്കാറില്ല അന്നമോളിപ്പോൾ മുൻ വർഷങ്ങളിലൊക്കെ ഞാനെപ്പോഴും എൻ്റെ മാലാഖ എന്ന് പറഞ്ഞിട്ട് ഫീൽ ഇടയ്ക്കിടയ്ക്കൊക്കെ പോസ്റ്റ് ചെയ്യാറൊക്കെ ഉണ്ടായിരുന്നെങ്കിലും കഴിഞ്ഞ ഇവരുടെ 9ാം പിറന്നാളിൽ ഞാൻ ഇവളെക്കുറിച്ചൊരു പോസ്റ്റ് എഴുതി തയ്യാറാക്കിയിട്ടിരുന്നു. അതെല്ലാ സമൂഹ മാധ്യമങ്ങളിലുള്ള ആളുകളൊക്കെ ഇത് ഏറ്റെടുത്തതിന് ശേഷം ഇപ്പോൾ ഞങ്ങളെ കുടുംബത്തിൻ്റെ അല്ലെങ്കിൽ ഞങ്ങളുടെ മാത്രമല്ല മാലാഖയായി മാറിയത്. ഇപ്പോൾ ഞങ്ങളൊക്കെ വളരെ ഹാപ്പിയാണ് ജീവിതത്തിൽ. കാരണം ഇന്ന് എല്ലാവരുടെയും മാലാഖയായിട്ട് എൻ്റെ മോളും മാറി എന്നുള്ളതാണ്. ഇപ്പോൾ എന്നേക്കാൾ കൂടുതൽ ആളുകൾക്ക് അന്നമോളെയാണ് ഇഷ്ടം. അതുപോലെ തന്നെ ചില സ്ഥലങ്ങളിൽ ഞങ്ങൾ പോയ സമയത്ത്, ഇപ്പോൾ ഈ കോവിഡ് സമയം വന്നതിന് ശേഷം മാസ്ക് ഇട്ടിട്ടാണല്ലോ പുറത്തിരുന്നത്. പെട്ടെന്നൊന്നും നമ്മളെ തിരിച്ചറിയുന്നില്ല ആളുകൾ. പക്ഷേ അന്നമോള് മാസ്ക് ഇട്ടിട്ടാണെങ്കിലും എല്ലാവരും തിരിച്ചറിയുന്നുണ്ട്. വന്നിട്ട് എന്നോട് പറയും, ഇങ്ങനെ സലീംക്കല്ലേ എന്നൊക്കെ ചോദിച്ച് സംസാരിച്ചിട്ട് പറയും, മകളെ കണ്ടപ്പോൾ മനസ്സിലായിരുന്നു. അപ്പോൾ തന്നെ എനിക്ക് വളരെ സന്തോഷം തോന്നാറുണ്ട് സത്യത്തിൽ. കാരണം ഒരു മകളിലൂടെ ഒരു പിതാവിനെ തിരിച്ചറിയുക, അല്ലെങ്കിൽ ആ മകളെ നാം സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ മറ്റുള്ളവർ സ്നേഹിക്കുന്നു എന്നൊക്കെ അറിയുമ്പോൾ ഞങ്ങൾക്ക് ഉണ്ടാകുന്നൊരു സന്തോഷമുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത. ഇപ്പം അന്നമോൾ 3ാം ക്ലാസ്സിലേക്ക് പാസ്സായിട്ടുണ്ട്. പിന്നെ ചെറിയ ചെറിയ പാട്ടുകളൊക്കെ ആൾ പാടി തുടങ്ങിയിട്ടുണ്ട്. അതിന് സ്വന്തമായിട്ട് ഡാൻസൊക്കെ ക്രിയേറ്റ് ചെയ്ത് പഠിക്കുന്നു. പിന്നെ ഇപ്പോൾ എന്നെ കാണാൻ വരുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ വീട്ടിലേക്ക് അന്നമോളെ കാണാൻ എത്തുന്നുണ്ട്. സിനാനും ഇതുപോലെ തന്നെ +2 പഠിക്കുന്നത്. എന്നേക്കാൾ നന്നായിട്ടൊക്കെ പാടും. സനമോൾ പിന്നെ ഒരു സൈലൻ്റാണ്, അധികം മീഡിയയ്ക്ക് മുമ്പിലൊന്നും വന്നിട്ടില്ല. അവളെ ലോകം എന്ന് പറഞ്ഞത് എൻ്റെ ഉമ്മയാണ് അവളുടെ ലോകം. അപ്പോൾ ഉമ്മയെ ചുറ്റിപ്പറ്റി മാത്രം ഒക്കെ നിൽക്കുന്ന ഒരാളാണ്. സുമീറയുടെ കാര്യം പറയുമ്പോഴും അങ്ങനെ തന്നെ, മീഡിയയ്ക്ക് മുമ്പിലൊക്കെ വരാൻ കുറച്ച് ചമ്മലാണ്. ഞാൻ ഒതുങ്ങിക്കൂടി കഴിയുക എന്ന് ആഗ്രഹിക്കുന്ന ആളാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ മീഡിയയുടെ മുമ്പിലൊന്നും അധികം വരാറൊന്നുമില്ല. പിന്നെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുമ്പോൾ ഏതൊരു മനുഷ്യൻ്റെയും, പ്രത്യേകിച്ച് ഒരു കലാകാരൻ്റെയൊക്കെ ജീവിതത്തിൽ സ്വസ്ഥത എന്നുള്ളതൊക്കെയാണല്ലോ വേണ്ടത്. അതിൽ ഞാൻ 100% ഹാപ്പിയാണ്.
ജീവിതത്തിൽ എൻ്റെ എങ്ങനെ എന്നെ കൊണ്ടുപോകുന്നു, ആ കുടുംബത്തെ ഞാൻ എങ്ങനെ കൊണ്ടുപോകുന്നു എന്നതിലൊക്കെ ഞാൻ വളരെ ഹാപ്പിയാണ്. കാരണം എൻ്റെ കുടുംബജീവിതത്തിൽ ഞാൻ എത്രയോ വിജയിച്ച ആളാണെന്ന് തന്നെ പറയാം. ഇപ്പോൾ വൈഫിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഒരു വൈഫിനോട് 100% നീതി പുലർത്തുന്ന ഒരു ഭർത്താവാനൊന്നും എനിക്ക് കഴിഞ്ഞിട്ടില്ല. എൻ്റെ ഒരുപാട് പാളിച്ചകളും ഒക്കെ ഉണ്ടായിട്ട് പോലും, പക്ഷെ ഒരു നല്ല ഭാര്യയുടെ ഭർത്താവാൻ കഴിഞ്ഞെന്നുള്ള, അതുപോലെ തന്നെ നല്ല മക്കളുടെ പിതാവാനും കഴിയുന്നില്ല. കാരണം ഇവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എല്ലാവർക്കും കിട്ടുന്ന ഒരു ഇതായിന്ന് വരില്ല. കാരണം ഒന്നിനും ഇവർ വാശി പിടിക്കാറില്ല ഒരു കാര്യത്തിന്. ഞാൻ തന്നെ എന്തെങ്കിലും വേണോ എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങോട്ട് പറഞ്ഞാൽ തന്നെ ഇല്ല വേണ്ട, ഇപ്പോൾ ഷർട്ട് എടുക്കണോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പുറത്ത് പോയാലോ ഭക്ഷണം കഴിക്കാൻ എന്നൊക്കെ പറഞ്ഞാൽ പറയാം വേണ്ട, നമുക്ക് ഇവിടെ തന്നെ കൂടെ. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ എനിക്ക് വേറെ ഒരു പ്രശ്നമില്ല. വർക്ക് സംബന്ധമായിട്ട് അല്ലെങ്കിൽ നമുക്ക് ഫിനാൻഷ്യലി എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലൊക്കെ ഉള്ള ടെൻഷൻ മാത്രമേ ഉള്ളൂ. പക്ഷേ കുടുംബ സംബന്ധമായിട്ട് ഞാൻ എന്നും ഹാപ്പിയാണ്. ഞാൻ പറയാറുണ്ട്, ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുമ്പോൾ എൻ്റെ മക്കൾ. കാരണം ഇന്നേ വരെ ഒന്നിനും വാശി പിടിച്ചിട്ടില്ല, ഒന്നും വേണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല, എവിടെയും പോകണമെന്ന് പറഞ്ഞില്ല. ഇപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ടൂറ് പോവുക എങ്ങോട്ടെങ്കിലൊക്കെ പോകാമെന്ന് പറയുമ്പോൾ തന്നെ ഇവർ ബാക്കോട്ടടിക്കും. അന്നമോള് മാത്രമാണ് ഇടയ്ക്ക് വന്ന് എന്നെ സോപ്പിടും. എന്നിട്ട് ഇല്ലത് വാങ്ങിയാലോ അകലൊക്കെ ചോദിക്കും അന്നമോള്. അല്ലാതെ ആൾ വാശിയൊന്നും പിടിക്കില്ല ഒന്ന്. അപ്പോൾ ആ കാര്യത്തിലൊക്കെ ഞാൻ വളരെ ഹാപ്പിയാണ്. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഏകദേശം ഇപ്പോൾ 18 വർഷം കഴിഞ്ഞു. 19ാം വർഷത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഈ 18 വർഷത്തിൽ ഇദ്ദേഹം നയിച്ച വലിയ ഒരു യുദ്ധം തന്നെയായിരുന്നു സത്യത്തിൽ. കാരണം എൻ്റെ ഉമ്മയും അതുപോലെ തന്നെ ഉപ്പയൊക്കെ ഏൽപ്പിച്ചതായിരുന്നു. എങ്ങനെയും ഇവനൊന്ന് നന്നാക്കി എടുക്കണം എന്നൊക്കെ കരുതിയിട്ട്. അന്നൊക്കെ ചെറിയ കുരുത്തക്കേട്, ചെറുതല്ല അത്യാവശ്യം കുരുത്തക്കേടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മാറ്റിയെടുക്കുന്നതിൽ ഇദ്ദേഹം വളരെ വിജയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ സിനാനെ കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ ഏറ്റവും നല്ല കൂട്ടുകാരൻ ആരാന്ന് വെച്ചാൽ സിനാനെന്ന് തന്നെ പറയാം. കാരണം ഞാൻ അവനൊരു മിഠായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതെനിക്ക് കൊടുന്നു തരും. അവനക്കായിട്ട് വാങ്ങാറില്ല. പക്ഷെ വാങ്ങിയാലും ഇപ്പോൾ ഒരു ചോക്ലേറ്റ് വാങ്ങുകയാണെങ്കിലോ അതിൽ നിന്നൊരു പകുതി അവൻ കഴിച്ചിട്ട് എനിക്ക് കൊടുന്നു തരും, എന്ത് വന്നാലും. അതുപോലെ തന്നെ ഇപ്പോൾ എൻ്റെ സംശയങ്ങൾ ഞാൻ അവനോടാണ് ചോദിക്കുക. എനിക്കെന്തെങ്കിലും അറിയാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവനോട് വെച്ച് അവനും പറഞ്ഞു തരും. പിന്നെ എന്നെ ഇപ്പാന്ന് വിളിക്കാറില്ല, മാമാന്നാണ് ഇവർ രണ്ടുപേരും വിളിക്കുക. അന്നമോള് മാത്രമാണ് ഉപ്പാന്ന് വിളിക്കാറ്. ഇവർ രണ്ടുപേരും സെലിമാമാന്നാണ് വിളിക്കുക. സനമോളാണെങ്കിൽ ഇനി പറയേണ്ട മറ്റൊരു കാര്യം എന്താ വെച്ചാൽ എൻ്റെ 3 മക്കളും എൻ്റെ ജീവിതത്തിൽ ഭാഗ്യമായിട്ട് കടന്നു വന്ന മക്കളാണ്. അതിനൊരു കാരണക്കാരിയാണ് ഇദ്ദേഹം എന്ന് പറയുന്നത്, സുമീറ എന്ന് പറയുന്നത്. സുമീറ ജീവിതത്തിലേക്ക് കടന്നു വന്നതിൻ്റെ ശേഷം ഞാൻ ഓട്ടോമാറ്റിക് കുറേ മാറ്റങ്ങളൊക്കെ തുടങ്ങി. അത് കഴിഞ്ഞ് സിനാനെ കുട്ടിയായ സമയത്താണ് ആദ്യമായിട്ട് ഞാൻ ഒരു ആൽബത്തിലേക്ക് ഒരു എഴുത്തുകാരനായിട്ട് കടന്നു വരുന്നത്. അറേബ്യൻ എന്ന ആൽബത്തിലൂടെയാണ് ഞാൻ എഴുത്തുകാരനായിട്ട് വന്നതൊക്കെ. അത് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെയാണ് സനമോളും സിനാനും തമ്മിൽ ഒരു 1.5 വയസ്സിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. സനമോളെ ഇതേമാതിരി പ്രസവിച്ച അന്നാണ് ഓസജന എന്ന ആൽബത്തിലേക്ക് എന്നെ എഴുതാൻ വേണ്ടിയിട്ട് വിളിക്കുന്നതും പിന്നീട് ഞാൻ തിരിച്ച് നിൽക്കേണ്ടി വന്നിട്ടില്ല എന്നുള്ള സത്യം. അവളെ ആ ഹോസ്പിറ്റലിൽ നിന്ന് ഞങ്ങൾ വീട്ടിലേക്ക് കയറി അന്നാണ് എൻ്റെ സുഹൃത്തുക്കൾ വന്നിട്ട് കുറച്ച് പാട്ടുകൾ വേണമെന്നൊക്കെ പറഞ്ഞ് അത് കഴിഞ്ഞ് കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് വർക്കുകൾ കിട്ടാൻ തുടങ്ങി. പിന്നെ അന്നമോളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അന്നമോളെ കുട്ടിയായതിനു ശേഷം ഒരുപാട് ആളുകൾക്ക് എന്നോട് ഇഷ്ടം തോന്നി. നമ്മളെ ഇഷ്ടമല്ലാത്തവർക്ക് പോലും എന്നെ ഇഷ്ടപ്പെടാൻ തുടങ്ങി. പിന്നീട് പ്രോഗ്രാംസ് ആയിക്കോട്ടെ എല്ലാം എനിക്ക് കൂടുതലായി തുടങ്ങി. എൻ്റെ വീടിൻ്റെ വലിയൊരു മാലാഖ എന്ന് ഞാൻ അന്ന് വിളിക്കാൻ കാരണം അതായിരുന്നു. ഞങ്ങളൊക്കെ മാലാഖ എന്ന് എഴുതി വെച്ചത് ഞങ്ങളെ ഇപ്പോൾ ആ വീടിൻ്റെ പണി നടക്കുന്നതുകൊണ്ടാണ് അവിടെ എല്ലായിടത്തും അന്നമോളുടെ ഒരു പ്രസൻസ് ഉണ്ടാവും ആ വീട്ടിൽ മൊത്തമായിട്ട്. അപ്പോൾ അന്നമോളും ഇതുപോലെ ഇപ്പോഴത്തെ എന്നെ ഇഷ്ടമല്ലാത്ത ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇഷ്ടമല്ലാത്ത ആളുകൾ പോലും ഇഷ്ടപ്പെട്ടത് അന്നമോളിലൂടെയാണ്. എന്നോട് പറയാറുണ്ട്, എന്നെ എപ്പോഴും ഒരിക്കൽ ഞാൻ കഴിഞ്ഞ പിറന്നാളിന് ഒരു പോസ്റ്റ് എഴുതിയിട്ടതിന് ശേഷം ഒരാൾ പേഴ്സണലായിട്ട് എനിക്ക് മെസ്സേജ് അയച്ചിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ ഒരുപാട് നിങ്ങളെ കുറ്റം പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ പാട്ടുകളൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു, പക്ഷേ എനിക്ക് നിങ്ങളോടൊന്ന് മാപ്പ് പറയണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ കാരണം, എന്താ അതിന് മാത്രം? അതൊക്കെ ഓരോ ആളുകളുടെ താല്പര്യമാണല്ലോ, പാട്ട് ഇഷ്ടപ്പെടാതിരിക്കുക അല്ലെങ്കിൽ വ്യക്തി ഇഷ്ടപ്പെടാതിരിക്കുക എന്നൊക്കെ. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, നിങ്ങളൊരു ഗ്രേറ്റ് ഫാദറാണ്, അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന ഒരാളാണ് നിങ്ങളെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറേ അനുഭവങ്ങളുണ്ടായി. അപ്പോൾ
കൂടുതൽ ആളുകളിലേക്ക് എന്നെ അന്നമോളിലൂടെ അറിയാൻ തുടങ്ങി. അപ്പോൾ 3 മക്കളും നല്ല സൗഭാഗ്യമായിട്ട് വന്ന കുട്ടികളാണ്. അന്നമോളിപ്പോൾ പാട്ട് ഇനിയിപ്പോൾ സ്റ്റുഡിയോ ഒന്നും ഓപ്പൺ അല്ലാത്തതുകൊണ്ട്, അപ്പോൾ ഇനി പെരുന്നാൾ കഴിഞ്ഞാൽ അന്നമോളെ 2-3 പാട്ടുകളൊക്കെ ഞാൻ എഴുതിയിട്ട് ഇറങ്ങാൻ പോകുന്നുണ്ട് അല്ലേ? ആ പാട്ടൊന്ന് പാടിക്കൊടുക്കാം നമുക്ക്. എന്നാൽ പാടാം. അപ്പോൾ അന്നമോള് പാടാൻ പോകുന്ന ഒരു പാട്ടിൻ്റെ ഒരു 2 വരി. പ്രിയമുള്ളൊരു മാൻ്റെ മകളായതും മികവുള്ളൊരു പാൻ്റെ തണലുള്ളതും നാദാനി തന്നുള്ള ഗുണമല്ലയോ, അതിനാലെ റാഹത്ത് തന്നല്ലയോ. പ്രിയമുള്ളൊരു മാൻ്റെ മകളായതും ഓർക്കെ മികവുള്ളൊരു പാൻ്റെ തണലുള്ളതും നാദാനി തന്നുള്ള ഗുണമല്ലയോ, അതിനാലെ റാഹത്ത് തന്നല്ലയോ. ഈ ഗാനം പെരുന്നാൾ കഴിഞ്ഞതിൻ്റെ ശേഷം അന്നമോളുടെ ചാനലിലൂടെ പുറത്തിറക്കാൻ തീരുമാനിച്ചിട്ടുള്ള ഒരു പാട്ടാണ്. ഇനിയിപ്പോൾ സിനാൻ്റെ ഒരു പാട്ട് കേൾക്കാം. സിനാൻ എന്നെപ്പോലെ ഒന്നല്ല കേട്ടോ, എന്നെക്കാളും നന്നായിട്ട് പാടുന്ന ഒരാളാണ്. പക്ഷെ ഭയങ്കര ശമ്മലാണ് ആൾക്ക്. ഒന്ന് 2 പേര് പാടിക്കൊടുത്ത. മൗത്തണയുന്നൊരു മുമ്പേ പുണ്യമദീനത്ത് മെഹമൂബന്തിയുറങ്ങും ആ സുന്ദരദേശത്ത് മെഹമൂദേ അങ്ങോടുണ്ട് ഏറെ മുഹബത്ത്, മുല്ലപ്പൂമണം വീശും നാട്ടിലെത്താൻ ഹാജത്ത്. മൗത്തണയുന്നൊരു മുമ്പേ പുണ്യമദീനത്ത് മെഹമൂബന്തിയുറങ്ങും ആ സുന്ദരദേശത്ത്. സിനാന് മാപ്പിളപ്പാട്ട് മാത്രമല്ല കേട്ടോ, നല്ല ഹിന്ദി സോങ്സുകളൊക്കെ പാടും. എൻ്റെ പാട്ടുകൾ അങ്ങനെ കേൾക്കണ്ടെന്ന് ഞാൻ പറയാറാണ് അവനോട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എൻ്റെ പാട്ടുകൾ കേൾക്കൽ കുറവാണ്. എൻ്റെ പാട്ടുകൾ കേട്ടിട്ട് അതിൻ്റെ വേണം നീ നിൻ്റെ ഇഷ്ടത്തിന് നിൻ്റെ ശൈലിയിലൊക്കെ പാടിക്കുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നന്നായിട്ട് പാടും. ഇപ്പോൾ പഠിപ്പിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഈ രംഗത്തേക്ക് അധികമൊന്നും ഇറക്കാത്തത്. സനമോൾ പിന്നെ പാടാറുണ്ട് സ്കൂളിലൊക്കെ, പക്ഷേ ഞാൻ കേൾക്കിച്ചാലൊന്നും പാടിയിട്ട് കേട്ടില്ല. എന്നാലും ഒരു 2 പേര് സനമോൾ പാടും. എന്താ പാടിക്കൊടുത്തു സ്കൂളിൽ പാടുന്നത് പാടിക്കോ പൈത്ത്. അറിയുന്ന പാടിക്കൊടുത്തോ. പാടിക്കൊടുത്തോ. ഏഴാം ബഹറിന്റെ വാതിൽ തുറന്നോളെ അസർമുല പോലുള്ള പെണ്ണേ, മുഹബത്തിനിണയായ കണ്ണേ. ഏഴാം ബഹറിന്റെ വാതിൽ തുറന്നോളെ അസർമുല പോലുള്ള പെണ്ണേ, മുഹബത്തിനിണയായ കണ്ണേ. സുന്ദരമാരൻ പുതുമണിമാരൻ അരങ്ങായമാരൻ, ഓ അരികിൽ വരവായി ബീവി, കാണാൻ വരവായി ബീവി. സനമോൾ അങ്ങനെ വലിയ പാട്ടുകാരത്തി ഒന്നുമല്ല. പിന്നെ അവൾക്ക് ഈ ഒരു ഫീൽഡിലോട്ടുള്ള വരവ് അത്ര താല്പര്യമില്ല. അവളെപ്പോഴും പറയാറുണ്ട് ഞാൻ എൻ്റെ ഉമ്മയോടൊക്കെ ഇപ്പോൾ ഉള്ള ഒരു ഇതാണ് ഇഷ്ടം, അതുകൊണ്ട് അങ്ങനെ പ്രോത്സാഹനം കൊടുക്കാറുമില്ല. സിനാനിലാണ് പ്രതീക്ഷയൊക്കെ. ഇനിയൊക്കെ എല്ലാം അള്ളാഹു തീരുമാനിച്ച പോലെ നടക്കട്ടെ എന്നുള്ളതാണ്. പെരുന്നാൾ വിശേഷത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് നല്ല ഓർമ്മകൾ ഉള്ള ഒരു പെരുന്നാൾ. കഴിഞ്ഞ കാലങ്ങളിലുണ്ടായിരുന്ന പെരുന്നാളുകൾ, എൻ്റെ ചെറുപ്പകാലങ്ങളിലെ പെരുന്നാളൊക്കെ വളരെ അനുഭവങ്ങൾ ഒരുപാടുള്ള പെരുന്നാളുകളായിരുന്നു. ഞാൻ ഏകദേശം സിനാന് ഒരു 4 വയസ്സൊക്കെ ഉള്ള സമയത്താണ് ഞാൻ ആൽബരംഗത്തേക്ക് കടന്നു വരുന്നത്. അപ്പോൾ അന്നത്തെ ആ പെരുന്നാളിനെ കുറിച്ചിട്ടൊന്നും വ്യക്തമായിട്ടിപ്പോൾ നമുക്കണ്ട് ഓർത്ത് വെക്കാനുള്ള ഓർമ്മകളും നല്ല ഓർമ്മകളൊന്നും ഉണ്ടായിരുന്നില്ല. കലാരംഗത്തേക്ക് വന്ന അന്ന് മുതൽ എല്ലാ വർഷവും ചെറിയ പെരുന്നാളായിക്കോട്ടെ വലിയ പെരുന്നാളായിക്കോട്ടെ എപ്പോഴും ഗൾഫിലാവും. അപ്പം മക്കൾ ഇവരോട് 2 ആളോട് ഒന്നിച്ചിട്ടുള്ള ഒരു പെരുന്നാളാഘോഷത്തിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ലായിരുന്നു. അന്നമോളോടൊപ്പം തീരെ കഴിഞ്ഞിട്ടില്ല എന്ന് പറയാം. കാരണം അന്നമോളോടൊപ്പമുള്ള പെരുന്നാളൊക്കെ ഗൾഫിൽ തന്നെയായിരുന്നു. പക്ഷേ
കഴിഞ്ഞ കോവിഡ് വന്നതിന് ശേഷമാണ് നാട്ടിൽ പെരുന്നാളിന് ഇവരോടൊപ്പം കൂടിയത്. അത് ഭയങ്കരമായിട്ട് ആസ്വദിച്ച് ഞാൻ പോയി എന്നുള്ളതാണ് ഞാൻ. കാരണം ജീവിതത്തിൽ നമ്മളെ പെരുന്നാളിന് പോവണ്ട എന്ന് എല്ലാ വർഷവും തീരുമാനിക്കുമെങ്കിലും നമ്മളെ സാഹചര്യങ്ങളും നമ്മളെ അവസ്ഥകളൊക്കെ കൊണ്ടാണ് പെരുന്നാളിന് പ്രോഗ്രാമിന് പോകുന്നത്. ഞാൻ പല ഇടത്തൊക്കെ സങ്കടത്തിൽ പറയാറുണ്ട്, മക്കളോടൊപ്പം പെരുന്നാൾ പങ്കിടാൻ പറ്റാത്ത വലിയൊരു സങ്കടമാണെന്നൊക്കെ. പക്ഷെ ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ പോയേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാ വർഷവും അങ്ങനെ പോകാറുള്ളത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷം മുതലാണ് അന്നമോളോടൊത്തിട്ട് പെരുന്നാൾ ആഘോഷിക്കുന്നത്. ഇപ്പോൾ കോവിഡ് വന്നതിന് ശേഷം ഞാൻ അങ്ങനെ പുറത്ത് പോയിട്ടില്ല, പുറത്ത് പോകാൻ ഇതുവരെ കഴിഞ്ഞിട്ടൊന്നുമില്ല. പിന്നെ ഗൾഫിലേക്ക് ഇപ്പോൾ പോകുന്നതിന് വലിയൊരു തടസ്സം എന്ന് പറയുമ്പോൾ അന്നമോള് പറഞ്ഞയക്കൊന്നുമില്ല. കാരണം അവിടെ പോയി ക്വാറൻറ്റൈനിൽ ഇരിക്കണം, അങ്ങനെയാണ് മറ്റാണ്, കുറേ ദിവസം പിടിക്കുക, അതുകൊണ്ട് പോകണ്ട, ഇനി പോവുകയാണെങ്കിൽ രണ്ടാൾ ഒരുമിച്ച് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട്. കാരണം അന്നമോളെ കുറിച്ച് പറയുമ്പോൾ കുറേ പറയാണ്ടിട്ട് എനിക്ക്. ഞാനും പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഒരു 2 മണിയൊക്കെ ആവാൻ വീട്ടിലെത്താൻ 2 മണിയൊക്കെ ആയാലും അതുവരെയൊക്കെ കഴിയുന്നിടത്തോളം സമയം ഉറക്കൊഴിച്ചിട്ട് എന്നെ കാത്തിരിക്കും. അപ്പോൾ ഞാൻ വന്നാലേ ഉറങ്ങുവാൾ. പിന്നെ ഞാൻ ഗൾഫിലേക്ക് പോലെ ഇവരാരും അങ്ങനെ വിളിച്ചു നോക്കില്ലെങ്കിലും മൂപ്പരാൾ ഇങ്ങനെ വിളിക്കും, ഏത് നേരം വിളിക്കും, വീഡിയോ കോൾ ആയിക്കോട്ടെ. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് ഇപ്പോൾ ഇനി എന്നാണ് ഗൾഫിൽ പോകാമെന്നൊന്നും അന്നമോളെ അനുമതി കൂടി കിട്ടിയിട്ടേ ഇനി പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി ഞങ്ങളെല്ലാവരും കൂടി പോകാനുള്ളൊരു ഇതിലാണ്. ചെറുപ്പകാലത്തെ പെരുന്നാളിനെ കുറിച്ച് പറയുമ്പോൾ പെരുന്നാളുകൾ വരാൻ വേണ്ടി ഒരുപാട് ആഗ്രഹിച്ച കാലം ഉണ്ടായിരുന്നു. കുട്ടിക്കാലം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എൻ്റെ ജീവിത സാഹചര്യങ്ങളൊക്കെ വളരെ ബുദ്ധിമുട്ട് നിറഞ്ഞൊരു ജീവിത സാഹചര്യമായിരുന്നു. നമുക്ക് നല്ല വസ്ത്രങ്ങൾ എടുക്കണമെങ്കിൽ ഞാൻ അതിനെക്കുറിച്ചൊരു പാട്ട് തന്നെ തയ്യാറാക്കി മുമ്പേ ഇറക്കിയിട്ടുണ്ട്. പണ്ടെൻ്റെ വീടിൻ്റെ അടുക്കളയിൽ നല്ല വിഭവം ഒരുങ്ങാൻ പെരുന്നാൾ വേണം, പുത്തനോടുപ്പെൻ്റെ പൂമേനി പുണരാ, പള്ളിയിൽ തെക്ക് വീരന്നുയർന്നിടണം, പണ്ടെൻ്റെ വീടിൻ്റെ കോലായിലെപ്പോഴും. വരികൾ ഓർമ്മയില്ല. അപ്പോൾ അങ്ങനെയായിരുന്നു ചെറുപ്പകാലത്തുള്ള പെരുന്നാളൊക്കെ. പണ്ട് നമുക്ക് നല്ല വസ്ത്രങ്ങൾ അണിയാനും പെരുന്നാൾ കാത്തിരിക്കണം, നല്ല ഭക്ഷണങ്ങൾ കഴിക്കാൻ പെരുന്നാളിന് കാത്തിരിക്കണം. അന്നത്തെ പെരുന്നാളാഘോഷമൊക്കെ ഭയങ്കര രസമായിരുന്നു കേട്ടോ. ഉമ്മാടൊപ്പം ഞങ്ങളെല്ലാവരും കൂടി ഒരേ ഇലയിൽ ചോറ് ഒക്കെ ഇട്ട് പിന്നെ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഉള്ള ഭക്ഷണം കഴിക്കലൊക്കെ ആയിരുന്നു. രാവിലെ ഉമ്മ ഒക്കെ എണ്ണയൊക്കെ തേച്ച് തന്നിട്ട് പള്ളിയിൽ ആദ്യമായിട്ടൊരു പുതിയ വസ്ത്രമൊക്കെ അന്നാണല്ലോ കിട്ടുന്നത്. അതൊക്കെ ഇട്ടിട്ട് പള്ളിയിൽ പോകുമ്പോൾ ഉമ്മ പോക്കറ്റിൽ വെക്കാനൊരു 5 രൂപ, ഞാൻ മുന്നേ കുറേ ഇൻ്റർവ്യൂവിൽ പറഞ്ഞ സംഭവം, ഒരു 5 രൂപ പോക്കറ്റിലൊക്കെ വെച്ച് തരും. പള്ളിയിലേക്ക് പോകുമ്പോൾ എല്ലാവരും കാണാനായിട്ടാണ് 5 രൂപ കാണുന്ന തരത്തിൽ നമ്മളത് വെക്കുകയും ചെയ്യുക. തിരിച്ച് വീട്ടിലെത്തിയ ഉമ്മാക്ക് തന്നെ അത് തിരിച്ചു കൊടുക്കും നമുക്ക്. അത് കഴിഞ്ഞിട്ട് ഒരു ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ ഉമ്മയുടെ വീട്ടിലേക്ക് പോകാനുള്ള വന്ന വീട്ടിൽ ഉമ്മയുടെ വീട്ടിലെല്ലാവരും ഒത്തുകൂടലും പിന്നെ കടൽ കാണാൻ സംഭവം. കടൽ ഞങ്ങളെ തൊട്ടടുത്താണെങ്കിൽ പെരുന്നാളിനൊക്കെയാണ് കടൽ കാണാൻ പോകുക. അപ്പോൾ അന്നത്തെ പെരുന്നാളിനൊക്കെ ഭയങ്കര സന്തോഷം തന്നെയായിരുന്നു. കുടുംബവിശേഷങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഞാൻ വിട്ടുപോയതല്ല, എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സ്വാധീനം ചെലുത്തിയ ഒരാളെന്ന് പറഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മയാണ്. പിന്നെ എൻ്റെ സഹോദരങ്ങളാണ്. എനിക്കൊരു ജ്യേഷ്ഠനും 2 സഹോദരിമാരാണുള്ളത്. ഞാനാണ് ഏറ്റവും ചെറിയത്. ഉമ്മയാണ് ജീവിതത്തിലെ എല്ലാ സൗഭാഗ്യത്തിൻ്റെയും എല്ലാ നന്മയുടെ വഴിയൊക്കെ കാണിച്ചു തന്ന ആൾ. ഒരുപാട് കഷ്ടപ്പാടുകളൊക്കെ ഉമ്മയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് ഇന്ന് ആ ഒരുപാട് പ്രാർത്ഥനകളൊക്കെ ഉമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതൊക്കെയാണ് എൻ്റെ ജീവിതത്തിൻ്റെ വിജയത്തിൻ്റെ രഹസ്യം കൂടി. ഉമ്മ എൻ്റെ കൂടെ തന്നെയാണ് ഉള്ളത്. ഉമ്മക്ക് മീഡിയയുടെ മുമ്പിൽ ഇരിക്കാനൊരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് നമ്മളെ ഈ കുടുംബവിശേഷത്തിൽ ഉമ്മ ഇരിക്കാതിരുന്നത്. പിന്നെ ഇതൊക്കെയാണ് എൻ്റെ കുടുംബവിശേഷം. എന്തായാലും പെരുന്നാളൊക്കെ അല്ല, അപ്പോൾ അടുക്കളയിൽ അത്യാവശ്യം സുമിക്ക് ജോലിയൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഇവരെ റിലീസ് ചെയ്ത് കൊടുത്തിട്ട് എൻ്റെ നാട്ടിലെ വിശേഷങ്ങളിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ അതിനു മുമ്പ് ഇപ്പോൾ കാണുന്ന പ്രേക്ഷകർ ചിന്തിക്കും എന്താണ് ഇവർ 3 പേരും ചേർന്ന് ഒരു പാട്ടൊന്നും പാടിയില്ലല്ലോ എന്നൊക്കെ. അപ്പോൾ അത് വേണ്ട. ഞങ്ങളെ എപ്പോഴും ഞങ്ങളെ മാലാഖനെ ഞങ്ങളെ അന്നമോളെ കുറിച്ചിട്ട് എഴുതിയിട്ട് എപ്പോഴും ഇവളെ പാടി ഇവളെ വെറുതെ ദേഷ്യം പിടിപ്പിക്കുന്ന പാട്ടെന്നൊക്കെ പറയും. ഇവൾക്ക് കേൾക്കുമ്പോൾ ഭയങ്കര ചമ്മലൊക്കെ ആൾക്ക്, സന്തോഷം കൊണ്ടൊക്കെയാണ്. അപ്പോൾ ആ പാട്ട് ഞങ്ങൾ 3 ആളും കൂടി ചേർന്നിട്ടൊന്ന് പാടിയിട്ട് നാട്ടിലെ വിശേഷത്തിലേക്ക് പോകാം. കാണാനെക്കാളേറെ മൊഞ്ചുള്ളോള്, എന്നാൽ എന്നെക്കാളെന്നെ പ്രേമിച്ചോള്, കാണാനെന്നെക്കാളേറെ മൊഞ്ചുള്ളോള്, എന്നാൽ എന്നെക്കാളെന്നെ പ്രേമിച്ചോള്,
കൽവിൽ തെക്കേ അറ്റത്താണെന്നും ഇവള് കാണാനും മാലാക എൻ്റെ റുഹാനി മാലാക കാണാനും മാലാക എൻ്റെ റുഹാനി മാലാക കാണാനെന്നെക്കാളേറെ മുഞ്ചുള്ളോള് എന്നാൽ എന്നെക്കാളെന്നെ പ്രേമിച്ചോള് കൽവിൽ തെക്കേ അറ്റത്താണെന്നും ഇവള് കാണാനും മാലാക എൻ്റെ റുഹാനി മാലാക. അപ്പോൾ ഇനി നാട്ടിലെ വിശേഷങ്ങളിലേക്ക്. ഇത് എൻ്റെ നാട്ടുകാരാണ് ഇപ്പോൾ നമ്മൾ കണ്ട ആളുകൾ. ഇത് ഞങ്ങൾ മലപ്പുറം ജില്ലയിലും തൃശ്ശൂർ ജില്ലയിലും ബന്ധിപ്പിക്കുന്ന റോഡാണ്. ഇവിടുന്ന് അങ്ങോട്ട് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റാണുള്ളത്. അപ്പോൾ ഞാനൊക്കെ എൻ്റെ ഒഴിവ് സമയങ്ങളിൽ വന്നിരിക്കുന്ന ഒരു സ്ഥലമാണ്. കാരണം ഈ സ്ഥലവുമായിട്ട് എനിക്ക് ഭയങ്കര എൻ്റെ ചെറുപ്പം തൊട്ടിട്ടുള്ള ഒരുപാട് ഓർമ്മകളുള്ള ഒരു സ്ഥലത്താണ് ഈ സ്ഥലം. ഇത് റോഡായിട്ട് അധികം കാലമായിട്ടില്ല. ആദ്യമൊക്കെ ഞങ്ങൾ സ്കൂളിലേക്കൊക്കെ പോകുമ്പോൾ ഇതൊരു തോട് ആയിരുന്നു. അതിലൂടെ വേണം ഞങ്ങൾ സ്കൂളിലൊക്കെ വരുന്നത്. നല്ല റോഡുണ്ട്, പക്ഷേ ഞങ്ങൾക്ക് എളുപ്പ വഴിയിലൂടെ പോകാൻ പറ്റിയൊരു സ്ഥലം ഇതായിരുന്നു. ഒന്ന് ഞങ്ങളുടെ നാട്ടിലെ ഏറ്റവും കാണാൻ ഭംഗിയുള്ള ഒരു സ്ഥലം കൂടിയിട്ടാണിത്. രണ്ട് പാടശേഖരത്തിൻ്റെ ഇടയിലൂടെ ഒരു റോഡ്, ഒരു ജില്ലയെ ബന്ധിപ്പിക്കുന്ന റോഡാണെങ്കിൽ കൂടി ഇവിടെ രണ്ട് അമ്പലമുണ്ട് ഈ പാടത്ത് തന്നെ. ഒന്ന് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലാണെങ്കിലും രണ്ടിൻ്റെയും സ്റ്റേജ് എടുക്കുന്ന ഒരേ പാടത്ത് തന്നെ, തൊട്ടടുത്തായിട്ടാണ്. അപ്പോൾ അവിടെ ഉത്സവത്തിനും ആയാലും പ്രതിഷ്ഠാദിനായിക്കോട്ടെ എന്തായാലും എല്ലാത്തിനും പന്തൽ പണിയെടുത്തിരുന്നു. അവിടുത്തെ സ്റ്റേജിൻ്റെ വർക്ക് എല്ലാം എടുത്തിരുന്നത് ഞാനായിരുന്നു. ഞാൻ മൈമുണ്ടിക്ക എന്ന് പറയുന്ന ഒരാളുമായിട്ട് പന്തൽ പണിക്ക് പോയിരുന്ന ആളാണ്. പിന്നീട് ഇവിടെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു വെച്ചാൽ മതസൗഹാർദ്ദത്തിൻ്റെ വലിയൊരു സ്ഥലം തന്നെയാണിത്. കാരണം ഇവിടെ ഉത്സവത്തിന് എല്ലാവരും പങ്കെടുക്കും. ഞങ്ങളൊക്കെ ഉത്സവത്തിലേക്കുള്ള വരവുകൾ കൊണ്ടുപോകും. അതുപോലെ തന്നെ ഇവിടുത്തെ നബിദിനായി കഴിഞ്ഞാൽ നമ്മളെ നബിദിനത്തിൻ്റെ ഘോഷയാത്ര ആദ്യമായിട്ട് പോവുക ഇവിടുത്തെ പട്ടാളേശ്വരം അമ്പലം എന്ന് പറയുന്ന ഒരു ക്ഷേത്രമുണ്ട്. പട്ടാളേശ്വരം ക്ഷേത്രത്തിലേക്കാണ് ഘോഷയാത്ര ആദ്യമായിട്ട് പോവുക. അതുകൊണ്ട് തന്നെ ഒരുപാട് ഓർമ്മകളുണ്ട്. ഞങ്ങളെ നല്ല പ്രണയത്തിൻ്റെ ഓർമ്മകളുണ്ട്. അതുപോലെ തന്നെ ഞാനൊക്കെ പന്തൽ പണിയൊക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഇരുന്നിരുന്ന ഒരു സ്ഥലം. പിന്നെ റോഡായതിൻ്റെ ശേഷം ഇതുപോലെ ഇവിടെ വന്നിരിക്കും, ഓരോ സ്വപ്നങ്ങളൊക്കെ കാണും. അന്ന് നല്ല കാജാപീടിയൊക്കെ വലിച്ചിട്ടാണ് ഞങ്ങൾ സുഹൃത്തുക്കളൊക്കെ ഇവിടെ ഇരിക്കുക. തെറ്റിയിരിക്കട്ടെ, കാജാപീടി അല്ലേ. അപ്പോൾ അങ്ങനെ ഒരുപാട് നമ്മളെ സ്വപ്നങ്ങൾക്ക് വിത്ത് പാകിയ സ്ഥലം എന്ന് പറയാം. കാണാൻ മനോഹരമായൊരു സ്ഥലമാണ്. ഒരിക്കലും ഇന്നേ വരെ ഇവിടെ ഒരു പ്രശ്നങ്ങളോ വഴക്കുകളോ ഒന്നും ഇവിടെ തമ്മിൽ ഉണ്ടായിട്ട് ഇന്ന് വരെ കണ്ടിട്ടില്ല. ഒരു സുഹൃത്തുക്കൾ പോലും തമ്മിൽ തല്ലുകൂടുന്നതായിട്ടൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര സ്നേഹമാണ്. എൻ്റെ വളർച്ചയ്ക്ക് വലിയ ഒരു മുതൽക്കൂട്ടാണ് ഇവിടുത്തെ ആളുകൾ. ഇവിടുത്തെ ഓണത്തിൻ്റെ പ്രോഗ്രാമുകളൊക്കെ വരുമ്പോഴൊക്കെ നിർബന്ധിച്ച് പാട്ടൊക്കെ പാടിപ്പിച്ചിരുന്നു. അതുപോലെ നബിദിനത്തിൻ്റെ പാട്ടുകൾ പാടുമ്പോൾ അവിടെ നിന്നുള്ള പ്രോത്സാഹനമൊക്കെയാണ് ജീവിതത്തിൽ വലിയൊരു വഴിത്തിരിവായത്. എൻ്റെ പ്രണയഗാനങ്ങളിലൊക്കെ പലതും ഇവിടെയൊക്കെ ഇരുന്നിട്ടൊക്കെ തന്നെ ഇവിടുത്തെ കുറേ സംഭവവികാസങ്ങളൊക്കെയാണ്. ഞാൻ എൻ്റെ പാട്ടിലൊക്കെ ഇത് എഴുതിയിട്ടുണ്ട്. പടുക്കുള വരമ്പ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നെൽപ്പാടം കണി കൊണ്ട് അഫ്സൽക്കൊക്കെ പാടിപ്പാട്ട് ആ ഓരോക്കെ സ്ഥലം ഇത് തന്നെയാണ്. ഇന്ന് ഇവിടെ നമ്മളെ സ്വപ്നങ്ങളൊക്കെ പൂവണിഞ്ഞിട്ട് ഇവിടെ തന്നെ ഇരിക്കുമ്പോൾ വലിയ സന്തോഷം. അതുകൊണ്ട് തന്നെ ഒഴിവ് സമയങ്ങൾ ഞങ്ങൾ ചെലവഴിക്കാറ് ഇവിടെയാണ്. മറ്റൊന്ന്, ഇനി ആഗ്രഹങ്ങളെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല. ആഗ്രഹങ്ങൾ ആദ്യമായിട്ടുണ്ടായിരുന്നത് നല്ലൊരു വീട്, മഴ പെയ്താൽ ചോരാത്തൊരു വീട് വേണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. കലാരംഗത്തേക്ക് കടന്നു വന്നിട്ട് ആദ്യമായിട്ട് ആ വീട് പണിയാണ് ഉണ്ടായത്. വന്ന സമയത്ത് തന്നെ എനിക്ക് വീട് പണിയാൻ, വലിയ വീടൊന്നുമല്ലെങ്കിലും വളരെ ചെറിയ വീടാണ്, പക്ഷേ അത് ആദ്യം തന്നെ പൂവണിഞ്ഞു. പിന്നെ എൻ്റെ കുടുംബത്തിൻ്റെ സ്വപ്നങ്ങളൊക്കെ ഓരോന്നോരോന്ന് നമുക്ക് സാധിപ്പിച്ചു കൊടുക്കാൻ പറ്റി. ഉമ്മയുടേതായിക്കോട്ടെ, എൻ്റെ ഫാമിലിയിലെ മറ്റ് സഹോദരങ്ങളായിക്കോട്ടെ, അവരുടെയൊക്കെ ആഗ്രഹങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് പൂർത്തീകരിക്കാൻ പറ്റി എന്നുള്ളതാണ്. അതൊക്കെയാണ് ഈ കലാജീവിതത്തിൽ വന്നിട്ടുള്ളത്. ഇനി വലിയ സ്വപ്നം എന്ന് പറയുന്നത് എൻ്റെ മകളാണ്. മകനിപ്പോൾ നേരത്തെ പറഞ്ഞു +2 പഠിക്കുകയാണ്. അവനിൽ പ്രതീക്ഷയുണ്ട്. പക്ഷേ
എൻ്റെ മകളെ നല്ല ഉഷാറായ മോളായിട്ട് മാലാകമായിട്ട് എന്നും നിൽക്കണം. അപ്പോൾ അവൾ കുറച്ചും കൂടി ഒന്ന് ഇമ്പ്രൂവ്മെൻ്റ് ആവാനും ഉണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുകയും ചെയ്യണം. ഇവളെ എല്ലാവരും സഹതാപത്തോടെ നോക്കിയിരുന്ന അതൊക്കെ മാറി ഇന്ന് വളരെ സന്തോഷത്തോടു കൂടി സ്നേഹത്തോടു കൂടി പെരുമാറുന്ന ഒരു കാലത്തിലേക്ക് എനിക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു. അപ്പോൾ ഇനി എൻ്റെ മകളെ നല്ല ആരോഗ്യമുള്ള മോളായിട്ട് ദീർഘായുസ്സോട് കൂടിയിട്ട് ഇനി അന്നമോളുടെ വാപ്പ അല്ലെങ്കിൽ സിനാൻ്റെ വാപ്പ എന്ന രീതിയിൽ അറിയപ്പെടാനാണ് ജീവിതത്തിൽ വലിയ ആഗ്രഹം. മറ്റാഗ്രഹങ്ങളൊന്നും ഇനിയില്ല. അതിന് സർവശക്തൻ തുണക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ് ഈ അവസരത്തിൽ. മറ്റെല്ലാം ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന മറ്റൊരു കാര്യം എന്താണെന്നറിയോ? ഞാൻ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്ത് ജീവിച്ച ആളാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഞാൻ ആരോടും മത്സരിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ ഞാൻ മത്സരിച്ചത് എന്നോട് തന്നെയായിരുന്നു. ജീവിതത്തിൽ എന്നും കഷ്ടപ്പാട് അല്ലെങ്കിൽ ഒരു സങ്കടത്തോടു കൂടി അതും അല്ലെങ്കിൽ പരാജയത്തിലൂടെ ജീവിതം മുന്നോട്ട് നയിക്കാൻ വേണ്ടിയിട്ട് വിധിക്കപ്പെട്ടപ്പോൾ ഞാൻ എന്നോട് തന്നെ മത്സരിച്ചുകൊണ്ടാണ് ജീവിതത്തിൽ ഞാൻ വിജയം നേടിയെടുക്കാൻ കഴിഞ്ഞത്. അതിൽ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇതൊക്കെ. കാരണം ഞാൻ പണിയെടുത്ത ക്ഷേത്രത്തിലെ ഉത്സവത്തിലും പണിയെടുത്ത് ഞാൻ പന്തലിട്ടിരുന്ന അതേ സ്റ്റേജിൽ 2 കോയപ്പാമ്പടം ഭഗവതി ക്ഷേത്രത്തിലായാലും തീയത്ത് ഭഗവതി ക്ഷേത്രത്തിലായാലും ഉത്സവത്തിൻ്റെ പ്രോഗ്രാമുകളൊക്കെ ഇപ്പോൾ അവരെന്നെയാണ് ഏൽപ്പിക്കാറ്. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഏറ്റവും കൂടുതൽ തോളിൽ കയറും അതും അല്ലെങ്കിൽ ടാർപ്പായ അതും അല്ലെങ്കിൽ ഓലക്കെട്ടൊക്കെ കയറ്റിയിട്ട് ഒരുപാട് നടന്ന സ്ഥലത്ത് നിന്നിട്ട് ഇവിടെ വെച്ച് എനിക്ക് ഒരുപാട് ആൽബങ്ങൾ ചെയ്യാൻ കഴിഞ്ഞില്ല. അവിടെ വെച്ച് തന്നെയാണ് എൻ്റെ വിശേഷങ്ങളൊക്കെ നിങ്ങളോട് പറയുന്നത്. ജീവിതത്തിൽ കുറച്ചും കൂടിയും കലാരംഗത്ത് എനിക്ക് മത്സരം തോന്നിയത് ഒരു ജീവിതത്തിൽ വേദനിക്കപ്പെട്ട ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് ജീവിതത്തിൽ. എന്താ വെച്ചാൽ ഞാൻ പാട്ട് എഴുതുന്ന ഒരു സമയത്ത് അന്ന് അഫ്സൽക്ക പാടിയ ഒരു പാട്ടിൻ്റെ ഷൂട്ടിന് വേണ്ടിയിട്ട് ഉള്ളപ്പോൾ ഒരു കല്യാണ സീനായിട്ടാണ് അന്ന് ആ ആൽബം ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അന്ന് എനിക്ക് ആൽബത്തിലൊന്ന് മുഖം കാണിക്കണമെന്ന് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഒന്ന് വെറുതെ ജസ്റ്റ് ക്രൗഡിൻ്റെ മുമ്പിൽ നിൽക്കുന്ന സീൻ. അപ്പോൾ ഞാൻ ഡയറക്ടറോട് പറഞ്ഞു ഞാനും നിൽക്കട്ടെ എന്ന് വെച്ചപ്പോൾ ഡയറക്ടർ പറഞ്ഞു അതിനെന്താ നിന്നോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ഒപ്പന കളിക്കുന്ന സീനായിരുന്നു. ആ സീനിൽ ക്രൗഡിൻ്റെ മുമ്പിൽ ഞാൻ ചെന്ന് എന്നെ ഡയറക്ടർ നിർത്തി തന്നു. വെറുതെ ഒന്ന് മുഖം കാണിക്കുക എന്നുള്ള ഉദ്ദേശം മാത്രം. അന്നത്തെ തന്നെ എൻ്റെ കോലം വലിയ കോലം എന്നല്ല കേട്ടോ. പക്ഷെ ആ സമയത്താണ് അത്ര ഒരുപാട് ക്രൗഡ് ഉണ്ടായിരുന്നു. അന്നൊക്കെ ആൽബം ഷൂട്ടിങ് കാണാനൊക്കെ ഭയങ്കര ക്രൗഡ് ഉണ്ടാകും. പ്രത്യേകിച്ച് ഒരു കല്യാണ സീനൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ നല്ല ക്രൗഡുള്ള സമയമാവും. അപ്പോൾ ഒരുപാട് ലേഡീസും ഒരുപാട് ആളുകളൊക്കെ ഉള്ള സമയമാണ് ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ക്യാമറ ആക്ഷൻ പറഞ്ഞ സമയത്താണ് പെട്ടെന്ന് പ്രൊഡ്യൂസർ കട്ട് പറയും നിർത്തുമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു സലീം എന്താണ് അവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഡയറക്ടർ അവൻ നിന്നോട്ടെ ക്രൗഡിൻ്റെ അവിടെ അല്ലേ. അപ്പോൾ വേണ്ട അവനക്ക് ക്യാമറ വേസ് ഇല്ല എന്ന് പറഞ്ഞു. അന്ന് എന്നെ എന്നിട്ട് ആ സീനിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വളരെയധികം ജീവിതത്തിൽ കലാരംഗത്തേക്ക് വന്നിട്ട് ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച ഒരു കഥയാണത്. അതിൽ നിന്ന് ഞാൻ ശരിക്കും അന്ന് സങ്കടപ്പെട്ടതുപോലെ പിന്നീട് ഒരിക്കലും ഞാൻ ജീവിതത്തിൽ സങ്കടപ്പെട്ടില്ല എന്നല്ല. കാരണം ഒരുപാട് ആളുകൾക്ക് ഒരുപാട് സ്ത്രീകൾക്കിടയിൽ നിന്ന് ഒരാൾ പറയുന്നു അവനെ കാണാൻ പോരാ, അവനക്ക് ക്യാമറയിൽ അവനെ കാണാൻ അത്രയും പോരാ എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യനക്ക് ഉണ്ടാകുന്ന ഒരു സങ്കടം ഉണ്ടല്ലോ. അതാണ് ജീവിതത്തിൽ ഞാൻ കലാരംഗത്ത് കാണിച്ച വലിയൊരു വാശി. വർഷം 1-2 അന്നത്തെ എൻ്റെ വേദന കൊണ്ടാവാം കലാരംഗത്ത് പിന്നെ എനിക്ക് ഒരുപാട് നേടിയെടുക്കാൻ പറ്റി. പിന്നീട് ആ ക്യാമറ ഫേസിലുള്ള ഇല്ല എന്നതിൻ്റെ പേരിൽ ഒരു ക്രൗഡിൽ നിന്ന് തന്നെ മാറ്റി നിർത്തിയ ആളുകൾ തന്നെ പിന്നീട് എൻ്റെ ഒരാൽബത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ജീവിതത്തിൽ അതൊക്കെ മറക്കാൻ പറ്റാത്ത അനുഭവം. അതാണ് ജീവിതത്തിൽ ഞാൻ എന്നോട് തന്നെ മത്സരിച്ചെന്ന് പറഞ്ഞു. ആ മത്സരമാണ് ഇന്ന് ഇവിടം വരെ എത്തിച്ചത്. എൻ്റെ നല്ല ഓർമ്മകൾ എനിക്ക് പകർന്നു നൽകിയ എൻ്റെ ഈ പ്രദേശത്ത് ഒരുപാട് ആൽബങ്ങൾ ചെയ്യാൻ കഴിഞ്ഞ അവിടെ വെച്ച് തന്നെയാണ് നിങ്ങൾക്ക് മുമ്പിൽ എൻ്റെ കഥകൾ പറയാൻ കഴിഞ്ഞത് തന്നെ. ഇതിലപ്പുറമൊന്നും ഇനി ജീവിതത്തിലൊന്നും നേടാനില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ, എൻ്റെ ആഗ്രഹങ്ങളൊക്കെ ചുരുങ്ങിയ സമയത്തിലാണ് ഇപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് മറ്റൊരവസരത്തിൽ നിങ്ങൾക്ക് മുമ്പിൽ വരാൻ കഴിയുമെന്ന് പ്രത്യാശയോട് കൂടിയിട്ട് താൽക്കാലികം നിർത്തുകയാണ്. ഇപ്പോൾ എല്ലാവർക്കും അറിയാം കോവിഡ് എന്ന മഹാമാരി ലോകത്തെ കീഴടക്കിയപ്പോൾ ഏറ്റവും എല്ലാവരുടെയും സാമ്പത്തിക സ്ഥിതി ആയിക്കോട്ടെ അവരുടെ ജീവിതമാർഗ്ഗമൊക്കെ അടഞ്ഞു കിടക്കുന്ന ഒരവസ്ഥയിലുള്ളത്. പ്രത്യേകിച്ച് കലാകാരന്മാരുടെ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. ഇപ്പോൾ എന്ത് വന്നാലും ആഘോഷ പരിപാടികളാണ് കൂടുതൽ മാറ്റിവെക്കാറ്. ഇപ്പോൾ 2 വർഷമായിട്ട് ആഘോഷ പ്രോഗ്രാമുകളൊന്നും തന്നെ ഇല്ല.
ഞങ്ങളുടെ ഷൂട്ടൊന്നും നടക്കുന്നൊന്നുമില്ല. അപ്പോൾ ഈ മഹാമാരിയൊക്കെ മാറി ഈ ലോകം പഴയ സ്ഥിതിയിലേക്ക് തിരിച്ചു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം എൻ്റെ ഒരു ചെറിയ ഉപദേശം കൂടി ഞാൻ എല്ലാവരിലും അറിയിക്കുകയാണ്. ഇതൊരു നമ്മളെന്തും ജീവിതത്തിൽ പല പ്രയാസങ്ങളും പ്രതിസന്ധികളും എല്ലാം തരണം ചെയ്ത് വിജയം നേടിയെടുക്കാൻ പ്രാപ്തരായി മാറുക എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു സമയം നമ്മളിലൂടെ കടന്നു പോകും അല്ലെങ്കിൽ നമുക്ക് നേരിടേണ്ടി വരുമെന്ന് ഒരിക്കൽ പോലും നമ്മൾ ആരും ചിന്തിച്ചിട്ടില്ല. പക്ഷെ അങ്ങനെ ഒരു സമയം നമുക്ക് മുമ്പിലേക്ക് എത്തിയപ്പോൾ പലപ്പോഴും നമ്മൾ പതറിപ്പോയി. പക്ഷേ ഇത് നല്ലൊരു തുടക്കം മാത്രമായിട്ട് നമ്മളെല്ലാവരും കരുതുക. ഭാവിയിൽ ഇതുപോലെയുള്ള സാഹചര്യങ്ങൾ നമുക്ക് മുമ്പിലേക്ക് എത്തുകയാണെങ്കിൽ അന്ന് നമുക്കത് വളരെ ശ്രദ്ധാപൂർവം അല്ലെങ്കിൽ വളരെ പ്രയാസമില്ലാതെ തന്നെ നമുക്ക് അത് തരണം ചെയ്യാൻ കഴിയുന്നതിൽ ഉത്തമ ഉദാഹരണമായിട്ട് മാത്രം ഈ കോവിഡ് എന്ന മഹാമാരിയെ കാണാം. ജീവിതത്തിൽ നമ്മൾ കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ജീവിതത്തിൽ നല്ല ദിവസങ്ങളായിരുന്നു, നല്ല പ്രതീക്ഷയുള്ള ജോലികളുണ്ടായിരുന്നു, നല്ല പ്രതീക്ഷയുള്ള നല്ല സമ്പത്ത് തരുന്ന തൊഴിലുകൾ കലാരംഗത്തൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആ സമയത്തൊക്കെ നമ്മൾ ഒന്നും മിച്ചം പിടിച്ചില്ല. ഇങ്ങനെ ഒരു കാലഘട്ടത്തിലൂടെ സഞ്ചരിക്കേണ്ടി വരുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാത്തത് കൊണ്ടാവാം നമ്മൾ നല്ല മൊബൈലുകൾ ഇറങ്ങുമ്പോൾ അത് എപ്പോഴും മാറുന്നു, വാഹനങ്ങൾ എപ്പോഴും മാറുന്നു. അങ്ങനെ ഓരോന്ന് മാറി മാറി നമ്മൾ ചിന്തിച്ചു തുടങ്ങിയപ്പോൾ ഇങ്ങനെ ഒരു പ്രയാസഘട്ടം വന്നപ്പോൾ നാം പതറിപ്പോയി. അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള പ്രയാസഘട്ടങ്ങളിലൂടെ നമുക്ക് സഞ്ചരിക്കേണ്ടി വന്നാൽ പതറാതിരിക്കാൻ നമ്മൾ എപ്പോഴും ഒരു ചെറിയ നീക്കിയിരിപ്പ് കരുതി വെക്കുക. നല്ല നാളുകൾ നമുക്കായി പുലരുമെന്ന പ്രതീക്ഷയോടുകൂടി നല്ല നാളുകൾക്കായി നമുക്ക് കാത്തിരിക്കാം. എല്ലാവരുടെ ജീവിതത്തിലും എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് മറ്റൊരിക്കൽ കൂടുതൽ വിശേഷങ്ങളുമായി നിങ്ങൾക്ക് മുമ്പിൽ എത്താൻ കഴിയുമെന്ന പ്രത്യാശയോടുകൂടി ദർശന ടിവിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ വലിയ പെരുന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് വിടവാങ്ങുന്നു. നന്ദി, നമസ്കാരം, അസ്സലാമു അലൈക്കും. കുഞ്ഞുനാളിൽ ഞാൻ കളിച്ച നാട്, കൂട്ടുകൂടി ഞാൻ വളർന്ന നാട്, കൂട്ടുകാരുമൊത്തു ഞാൻ കളിച്ച നാട്, കുറുമ്പു കാട്ടി ഞാൻ വളർന്നൊരെൻ്റെ നാട്, കേളി കേട്ട കേളിയുള്ള കേരള നാട്, പച്ചയാൽ പുതച്ചു നിൽക്കുമെൻ്റെ നാട്, ഞാൻ പിറന്ന നാട്.